പിന്നെ ഫെബിൻ ഇവിടെ എവിടെയാണ്? സൗദി അറേബ്യയിലെ റിയാദ് മലാസ്. റിയാദ് മലാസിൽ അല്ലെ? ആ അപ്പൊ നമ്മുടെ ചാനലിനെ കുറിച്ച് അതുപോലെ നമ്മുടെ ജോബ് ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ഫെബിന് അറിഞ്ഞത്? ഞാന് ഈ സൗദിയിലേക്ക് വരുന്നതിന് മുമ്പേ എന്റെ വിസ എടുക്കുന്ന പ്രോസസ്സുകൾ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് മാമിന്റെ ആ ചാനല് വന്നത്, സെർച്ച് ഹിസ്റ്ററി അതിൽ വന്നത്. അപ്പൊ അങ്ങനെ നോക്കി നോക്കി അപ്പോഴാണ് ഈ സ്കൂളിൽ ഇങ്ങനെ ഈ വിസ വേണം, ഇക്കാമ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറ്റസ്റ്റ് ചെയ്യണമെന്നൊക്കെ അപ്പോഴാണ് അറിയുന്നത്. ഇത്രയും പ്രോസസ്സുകൾ ഉണ്ട് ഇവിടെ ഒരു ജോലി കിട്ടാന്നുള്ളതൊക്കെ അങ്ങനെയാണ് അറിയുന്നത്. പുതുതായിട്ട് വന്നതാണോ ഫെബി, അതോ ആദ്യം തന്നെ ഫെബി ഇവിടെ ഉള്ള ആളാ? ഞാന് 2023 സെപ്റ്റംബറിലാണ് ഇങ്ങോട്ട് വന്നത്. ഫസ്റ്റ് ടൈം സൗദിയിലേക്ക് വന്നത്. അപ്പൊ അടുത്ത് വന്നിട്ടുള്ളൂ, കൊറേ ഇരുന്നിട്ടില്ല അല്ലെ? ഇല്ല അടുത്ത് വന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഫെബിന് എഞ്ചിനീയർ ആയിരുന്നോ? അല്ല, ഏതാ അല്ല സബ്ജക്ട്? ഞാന് PGയും B.Edഉം കഴിഞ്ഞതാണ്. ബോട്ടണി ആയിരുന്നു PG കഴിഞ്ഞത്. B.Ed നാച്ചുറൽ സയൻസ് ചെയ്തു. സ്കൂളിനെല്ലാം എവിടെയാണ് ജോയിൻ ചെയ്തത്? എങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നായിരുന്നു വേക്കൻസി കിട്ടിയത്? ഞാന് ഗ്രൂപ്പില് കുറെ വേക്കൻസി ഒക്കെ അയച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ ലിങ്ക്ഡിനില് ഞാനിങ്ങനെ ഒരു പരസ്യം കണ്ടതാണ്, സയൻസ് ടീച്ചറിന് അടിച്ചു നോക്കിയപ്പോ ഇങ്ങനെ ഒരു പോസ്റ്റ് പോലെ കണ്ടതാണ്, അഡ്വർടൈസ്മെന്റ് പോലെ. അങ്ങനെ അതിലേക്ക് ഞാൻ മെയിൽ അയച്ചു. അത് റിക്രൂട്ടിംഗ് കമ്പനി ആയിരുന്നു. അതിലേക്ക് മെയിൽ അയച്ചു. അങ്ങനെ അവരാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത് ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞിട്ട്. റവാദ് അൽ ഖലീജ് പറഞ്ഞ സ്കൂളാണ് റിയാദിലുള്ള. റവാദ് അൽ ഖലീജ് അറിയാം, നല്ല സ്കൂളാണ്. അപ്പൊ ഹൈസ്കൂളിലേക്കാ ജോയിൻ ചെയ്തത്? ഞാൻ മിഡിൽ സ്കൂളില്. നല്ല സ്കൂൾ തന്നെയാണ്, നമുക്കറിയാം നല്ല സ്കൂളാന്നുള്ളത്. അപ്പോ റിവ്യൂല് എനിക്ക് ചോദിക്കാനുള്ളത് ഫെബിയോട്, നമ്മളെ ചാനല് ജോബ് ഗ്രൂപ്പ് അതില് എന്താണ് ഫെബിക്ക് തോന്നിയിട്ടുള്ളത്? യൂസ്ഫുൾ ആണോ? അതുപോലെ നമ്മളോട് എന്തെങ്കിലും സജഷൻ ഉണ്ടോ പറയാന്? വളരെ യൂസ്ഫുൾ ആണെന്ന് തന്നെ പറയാലോ. കാരണം നമ്മൾ ഒന്നും അറിയാണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ചാനൽ കണ്ടിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എല്ലാ കാര്യങ്ങളും സൗദിത്തെ കുറെയൊക്കെ കാര്യങ്ങളും ജോബിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അറിയുന്നത്. പിന്നെ ആ ഗ്രൂപ്പിൽ ജോബ്സിന്റെ ഗ്രൂപ്പിൽ ചേർന്നപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റീസും വേക്കൻസീസും ഒക്കെ ഉള്ളത് നമ്മൾ അറിയുന്നത് അങ്ങനെയാണ്. ഞാൻ എന്റെ ഫ്രണ്ട്സിന് ഒരുപാട് പേർക്ക് ഞാൻ ഈ ഗ്രൂപ്പ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ജോലി നോക്കുന്നവർക്കൊക്കെ ഞാൻ ഈ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കിയാൽ മതി, യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് എല്ലാ ഡൗട്ടിനുള്ള ഉത്തരം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവർക്കും എനിക്കറിയുന്നവർക്കൊക്കെ ഞാനത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്ര യൂസ്ഫുൾ ആണല്ലേ? എന്തെങ്കിലും സജഷൻ ഉണ്ടോ ഫെബിക്ക് നമ്മളോട് പറയാന്? സജഷൻ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒന്നും ഇല്ല. അങ്ങനെ സജഷൻ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇതുപോലെ തന്നെ ചെയ്യണം തന്നെയല്ല ഫെബി പറയുന്നത്? വീഡിയോസ് ആണെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറെ പേർക്ക് യൂസ്ഫുൾ ആയല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹായ് ഡിയേഴ്സ്, അപ്പൊ നമ്മൾ ഇപ്പൊ കേട്ടത് നമ്മുടെ ഫെബിൻ റിയാദിൽ നിന്നാണ് റിവ്യൂ തന്നത്. അപ്പോൾ ഫെബിൻ്റെ അവിടെ അവരുടെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഓഡിയോ മാത്രമാണ് ഇപ്പോൾ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതിൽ ഫെബിൻ പറഞ്ഞത്, ഫെബിൻ നമ്മുടെ ജോബ് ഗ്രൂപ്പിലുള്ള വേക്കൻസീസിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ടൈം നമ്മൾ വീഡിയോസിൽ പറഞ്ഞ പോലെ ലിങ്ക്ഡിനിലൂടെയും ഫെബിൻ അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലിങ്ക്ഡിനിലൂടെ ഒരു റിക്രൂട്ട്മെൻറ്റ് കമ്പനിയാണ് ഫെബിനെ വിളിക്കുന്നത് റിയാദിലുള്ള റവാദ് അൽ ഖലീജ് എന്നുള്ള സ്കൂളിലേക്ക്. വളരെ നല്ലൊരു സ്കൂളാണ്, നല്ല സാലറിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫെബിൻ നല്ല ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഫെബിൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, അവർ അപ്ലിക്കേഷൻ കൊടുത്ത് ലിങ്ക്ഡിനിലൂടെയാണ് കിട്ടിയത്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൽ വരാത്ത കുറച്ച് കാര്യങ്ങൾ ഫെബിൻ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രൊനൗൺസിയേഷന്, കാരണം ഫെബിൻ MSc ആണ്, അപ്പോൾ സയൻസ് ആണ് ഫെബിൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അവിടെ പ്രൊനൗൺസിയേഷൻ്റെ ഒരു പ്രോബ്ലം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് അത് വലിയൊരു പ്രശ്നമായി വന്നിട്ടില്ല. പിന്നെ PPT വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഫെബിൻ്റെ റിവ്യൂവിൽ ഫെബിൻ പറഞ്ഞത്. PPT ചെയ്യാത്തവർക്ക്, ഫെബിൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്കൂളിൽ ഡെമോൺസ്ട്രേഷന് പോയി, ബട്ട് PPT ഇല്ലാത്തത് കാരണം അവർ റിജക്റ്റ് ചെയ്യാനുണ്ടായത്. അപ്പോൾ PPT വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് തന്നെയാണ് ഫെബിൻ പറയുന്നത്. അത് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. സയൻസ് ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ, അതുപോലെ ജിയോഗ്രഫി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെ ടീച്ചേഴ്സൊക്കെ കഴിവതും PPT നിങ്ങൾ യൂസ് ചെയ്യുക. PPT പ്രിപ്പയർ ചെയ്തിട്ട് അത് കൊണ്ടുപോകാൻ നോക്കുക. എന്നാൽ മാത്ത്, അക്കൗണ്ടിങ് ഇങ്ങനെയുള്ള സബ്ജക്റ്റൊക്കെ നമുക്ക് കാൽക്കുലേഷനും സൊല്യൂഷനും കാണിക്കാനുള്ളതാണ്. അതിനകത്തേക്ക് PPT വേണമെന്ന് അത്ര നിർബന്ധമില്ല. അപ്പോൾ PPT ആണ് അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂൾസ് ഒന്നും കൂടെ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്
പറഞ്ഞത്. അതുപോലെ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റബിൾ ആയിട്ട് പോവാം. നമ്മൾ എല്ലാ വീഡിയോസിലും നിങ്ങളോട് ഇടയ്ക്ക് പറയുന്ന ഒരേ കാര്യമാണ്, കാരണം ഇൻ്റർനാഷണൽ സ്കൂള് നാട്ടിലെ പോലെയല്ല, നല്ല പ്രസൻറ്റബിൾ ആയിട്ട് പോവാം. അതുപോലെ നമ്മുടെ കോൺഫിഡൻറ്റ് ലെവൽ അവർ നോക്കും. സബ്ജക്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ബട്ട് കോൺഫിഡൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ അപ്പിയറൻസും പ്രൊനൗൺസിയേഷനും കാര്യങ്ങളും ഇംഗ്ലീഷിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ വേറെ റിവ്യൂവിൽ സെഫ്ല എന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന കാര്യം കുട്ടികൾക്ക് മനസ്സിലാവണം, അവർ തിരിച്ചു പറയുന്നത് നമുക്ക് മനസ്സിലാവണം. അത്രയേ ഉള്ളൂ ഒരു സബ്ജക്റ്റ് ടീച്ചർക്ക് വേണ്ട ഇംഗ്ലീഷ്. പിന്നെ അവിടെ നമ്മൾ ടീച്ചേഴ്സിനോട് അത് മാനേജ്മെൻറ്റിനോടൊക്കെ സംസാരിക്കാൻ ഉള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. അല്ലാതെ നമ്മൾ ആരും നേറ്റീവ് സ്പീക്കേഴ്സ് അല്ല. എന്നാൽ ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ പ്രൊനൗൺസിയേഷനും ആക്സെൻ്റും ഒക്കെ അവരുടെ സ്കൂളിനനുസരിച്ച് അവർ നോക്കും. അപ്പം നിങ്ങൾക്കാരും ഇംഗ്ലീഷിൻ്റെ ടെൻഷനും പോയല്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ജോബ് കിട്ടാത്തവർ നിങ്ങൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു.